ബുക്കൊക്കെ അടച്ചു വെച്ചേ. വീഡിയോക്ക് ഓണാക്കിയിട്ട് ബുക്കൊക്കെ അടച്ചു വെക്കും. വീഡിയോ ഓണാവട്ടെ എല്ലാവരുടെയും. അൽഫാദ്, സുഹൈല്, ഫായിസ്, അസ്ലം, സാലിം, ആഷിഖ് നാസർ, ബസിൽ, സാലിം എവിടെ? എന്റെ ബുക്ക് അടഞ്ഞിട്ടില്ല എന്നുള്ളൂ നിഹാലെ. എന്താ നിഹാലെ ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്? ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് നോട്ടാ. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ്. അറിയില്ല സർ. അസ്ലമേ, ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് മൈനസ് ലോഗ് സീക് എക്സ് പ്ലസ് സി മോഡുലസ് ഓഫ് സീക് എക്സ് പ്ലസ് സി. മൈനസ് ലോഗ് സീക് എക്സ് പ്ലസ് സി. ഒരു ചെറിയ തെറ്റുണ്ടല്ലോടാ. മോഡുലസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. മുഴുവനൊന്ന് പറഞ്ഞു കേക്കട്ടെ. മൈനസ് ലോഗ് മോഡുലസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ ലോഗ് സീക് എക്സ് പ്ലസ് സി. ലോഗ് സീക് എക്സ്. സീക്ക് പറയുകയാണെങ്കിൽ പ്ലസ് ആണ് കേട്ടോ. മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ ലോഗ് സീക് എക്സ് പ്ലസ് സി. സീക്ക് ആകുമ്പോൾ പോസിറ്റീവ് ആയി പോകും. ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ആൾഡറിനെ. ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് മൈനസ് ലോഗ് സൈൻ എക്സ് പ്ലസ് സി. അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? തെറ്റുണ്ട്. മൈനസ് ലോഗ് മോഡ് നിനക്കൊരു ചാൻസ് തരാം. ഇന്റഗ്രൽ ഓഫ് സീക് എക്സ്. ഇന്റഗ്രൽ ഓഫ് സീക് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് സീക് എക്സ് എന്താണ്? സീക് എക്സ് കോട്ടെക്സ് പഠിച്ചിട്ടില്ല ആൾഡറിനെ. സീക് എക്സ് ടാൻ എക്സ് ആണ്. അല്ല, അത് ഡെറിവേറ്റീവ് അല്ല. എന്താണ് ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ്? ആഷിഖ് നസറെ, ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ്. ആഷിഖ് നസർ. ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ്. ലോഗ് സൈൻ എക്സ് പ്ലസ് സി. ലോഗ് സൈൻ എക്സ് പ്ലസ് സി. നീ മൈനസ് ലോഗ് സൈൻ എക്സ് ആട്ടോ ആൾഡറിനെ പറഞ്ഞത്. ലോഗ് സൈൻ എക്സ് പ്ലസ് സി ആണ്. അവിടെ പോസിറ്റീവ് ആണ്. ലോഗ് സൈൻ എക്സ് പ്ലസ് സി. എന്താ അൻവറെ ഇന്റഗ്രൽ ഓഫ് സീക് എക്സ്? ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ്. ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ്. ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് ശരിയാണ്. ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ്. ദെൻ ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ്. ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ് ഡി എക്സ്. അൽഫാദെ, ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ് ഡി എക്സ്. ലോഗ് മോഡ് ഓഫ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. Log mod cosec x minus cot x plus c. Then integral of f dash x by f of x dx. And that is integral of f dash x by f of x dx. Log mod f of x plus c. Log mod f of x. That derivative ആണ് log mod f of x plus c. Then integral of f dash x by root of f of x dx ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ താഴത്തിനകത്ത് റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കൈലാസ? റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണോ? 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി. 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആയിരിക്കും. ശരി, നമ്മൾ ഇന്നലെ എവിടെ നിർത്തിയേക്കണേ? അവസാനത്തെ ടൈപ്പ് പറഞ്ഞിട്ട് ബുക്ക് എടുത്തോളെ. അവസാനത്തെ ടൈപ്പ് പറഞ്ഞിട്ട് അതിനെ നമ്മൾ എക്സാമ്പിൾ ചെയ്തായിരുന്നോ? അവസാനത്തെ ടൈപ്പ് എഴുതിയില്ലേ?
ഒന്ന് പറഞ്ഞേ. അവസാനത്തെ ടൈപ്പ് എഴുതി എന്നിട്ട് അതിന് എക്സാമ്പിൾ എഴുതിയില്ലോ എന്ന് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. എഴുതിയില്ല. ശരി. അപ്പൊ അവസാനത്തെ ടൈപ്പിന്റെ എക്സാമ്പിൾ എഴുതിക്കോളൂ കേട്ടോ. ഒരു എക്സാമ്പിൾ എടുത്തോളൂ. എക്സാമ്പിൾ ഇവാലുവേറ്റ് ഇന്റഗ്രൽ tan inverse x the whole square by 1 plus x square dx. ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? tan inverse x the whole square by 1 plus x square dx എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും? എന്തിനായിരിക്കും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ബേസിലെ? നമ്മൾ എന്തിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൂടി അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കണം. മിക്കവാറും ഒരു 90% അങ്ങനെയായിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന്റെ ഡെറിവേറ്റീവ് കൂടി അവിടെ ഉണ്ടായിരിക്കണം. 1 plus tan inverse xന്റെ ഡെറിവേറ്റീവ് ഇല്ലേ? tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 by 1 plus x square 1 by 1 plus x square. അതവിടെ ഇല്ലേ? അപ്പൊ tan inverse x ആണ് കേട്ടോ. tan inverse x നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. പവറിന് കൊടുക്കില്ല കേട്ടോ. സ്ക്വയർ tan inverse x സ്ക്വയർ അല്ലെങ്കിൽ tan inverse x ക്യൂബ് അങ്ങനെ കൊടുക്കില്ല കേട്ടോ. tan inverse x പവർ ഉള്ള സംഭവത്തിന് പവർ കൂട്ടില്ല. പവർ കൂട്ടാതെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. tan inverse x ന് t എന്ന് കൊടുക്കുക. t equal to tan inverse x dt by dx. ഡെറിവേറ്റീവ് ഓഫ് tan inverse x 1 by 1 plus x square ആണ്. പിന്നെ dt equal to 1 by 1 plus x square into dx എന്ന് വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ tan inverse x ന് t അപ്പോൾ t സ്ക്വയർ. ഇനി എന്താ ഉള്ളത്? dx by 1 plus x square ആണ് കേട്ടോ. dx by 1 plus x square എന്ന് പറഞ്ഞാൽ dt ആണ്. ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്നായി മാറും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ. ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി. എന്താ ആദിൽ മുഹമ്മദ്? ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി പറയണ. ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി tan inverse x whole square. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തില്ലല്ലോ. ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി എത്രയാ? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എത്രയാ? ക്ലാസ്സിൽ കയറിയിട്ടായി. എടാ അതിന് ഇന്നത്തെ ക്ലാസ്സിലൊന്നും കയറണ്ട, ഇന്നലൊന്നും കയറണ്ട. അത് പണ്ട് പറഞ്ഞേക്കണ കാര്യങ്ങളാ. ഇന്നലത്തെ അല്ല, പിന്നത്തെ ക്ലാസ്സിൽ കയറിയില്ല. 2 ദിവസത്തെ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് ഒന്നും കണ്ടില്ലേ നീ? അത് ക്ലിയർ ആയില്ലായിരുന്നു വീഡിയോ. വീഡിയോക്ക് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നോ? ആ ശരി, ഞാൻ ഓഫീസിൽ ചോദിച്ചു നോക്കാം. ശരി, നീ വെച്ച് മ്യൂട്ട് ചെയ്തേ. എന്താ മനെ ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ? t raised to 3 by 3. ഓക്കെ, ഗുഡ്. t raised to 3 by 3. ടി സ്ക്വയറിന്റെ t raised to 3 by 3 പ്ലസ് സി. ഇനി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി എന്ന് പറഞ്ഞാൽ tan inverse x ആണ്. അപ്പോൾ tan inverse x ന്റെ ക്യൂബ് ബൈ 3 പ്ലസ് സി.
എക്സസൈസ് എടുത്തോളൂ കേട്ടോ. എക്സസൈസ് 7.2. എക്സസൈസ് 7.2. Integrate the functions in exercise 1 to 37. 1 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 37. ചിലതൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്തു പോകണ്ടായിട്ടോ, അപൂർവം ചിലതൊക്കെ. ഒന്നാമത് നമ്മൾ ചെയ്തിട്ടുണ്ട്. 2x/1 + x² ചെയ്തേക്കണത് കേട്ടോ. ചെയ്തേക്കണ വരുമ്പോൾ ഞാൻ പറയാം. രണ്ടാമത്തെ ചെയ്തോളുക. 2-ൽ നിന്ന് തുടങ്ങിക്കൊള്ളുക കേട്ടോ. ചിലത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം. ചിലത് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. പ്രാക്ടീസിലൂടെ ശരിയായിക്കോളൂ കേട്ടോ. ഒന്നാമത്തെ ചെയ്തേക്കണാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറിക്കോളും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ശ്രമം ഉണ്ടാവണം കേട്ടോ, എന്നാലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാണ്. ഇന്റഗ്രൽ ഓഫ് log x the whole square by x. Integral of log x the whole square by x dx. ഇതിപ്പോ ഏറ്റവും അവസാനം പറഞ്ഞ ടൈപ്പാ. ഏത് ടൈപ്പാന്നൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഏത് ടൈപ്പാന്ന് നോക്കണ്ട. നിങ്ങൾ അതിനകത്ത് നോക്കുക ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതിന്റെ ഡെറിവേറ്റീവോട് അവിടെ വരണം. ചിലതിനകത്ത് ഡയറക്റ്റ് അങ്ങനെ ശരിയാവും, ചില പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ശരിയാവില്ല. ഈ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഡയറക്റ്റ് ശരിയാവില്ല കേട്ടോ. അങ്ങനത്തെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ഇതിലെ കാര്യം നോക്കി. ഇവിടെ എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? എന്തിനാ അതിൽ നസീഹ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? log x t equal to log x. എന്താ log x ന്റെ ഡെറിവേറ്റീവ്? അതിൽ പറഞ്ഞു കേട്ടോ. dt/dx 1/x. അപ്പോൾ dt equal to dx/x എന്നായില്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിയുമ്പോൾ ഇന്റഗ്രൽ log x ന് പകരം t സ്ക്വയർ. ഈ dx/x ആണ് ബാക്കിയുള്ളത്. dx/x dt ആണ്. ഇന്റഗ്രൽ t² dt എന്നായി. ഇന്റഗ്രൽ t² dt t³/3 + c. t³ log x ന്റെ ക്യൂബ് /3 + c. log x ക്യൂബ്/3 + c എന്ന് വരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്റഗ്രൽ ഓഫ് 1/x + x log x dx. ഇത് ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് കേട്ടോ. എന്തായിരിക്കും അൽഫാദെ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മുകളിലേക്ക് കൊണ്ടുവരുന്നില്ല. സ്പ്ലിറ്റ് ചെയ്യണോ? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലടാ. മുകളിൽ 2 ടേം ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മുകളിൽ 2 ടേമും താഴെ 1 ടേമും ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മുകളിൽ 1 ടേമും താഴെ 2 ടേമും അല്ലേ? സ്പ്ലിറ്റിംഗ് അല്ല. എനിക്കൊന്ന് സൂക്ഷിച്ച് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോന്ന്. വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ഐഡിയ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. 1/x + x log x ആണ് കിടക്കുന്നത് താഴെ. ഡിനോമിനേറ്റർ x + x log x. ആ എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പാടില്ലേ ഡിനോമിനേറ്ററില്? ഡിനോമിനേറ്ററിൽ 2 ടേമിലും x ഉണ്ട്. അപ്പോൾ ആദ്യം എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റുക. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/x into 1 + log x. 1/x into 1 + log x dx. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും കേട്ടോ. t equal to എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? അതിന്റെ ഡെറിവേറ്റീവും അവിടെ വരണം.
നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി കാര്യങ്ങൾ ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റണം കേട്ടോ. എന്തിനു കൊടുക്കാം സുഹൈലെ? എന്താ നിന്റെ അഭിപ്രായം? അത് പിന്നെ സാർ അത് 1 + log x കൊടുക്കാൻ കഴിയുമോ? 1 + log x പുറത്തു നോക്കാം. നീ ഉറപ്പിച്ച് പറഞ്ഞാൽ മതി. 1 + log x 1 + log x കൊടുത്താൽ എന്ത് വരും നോക്കാം. 1 + log x കൊടുത്താൽ dt/dx എന്താ സുഹൈലെ? dt/dx 1 + log x. 1 + log x ഡെറിവേറ്റീവ് എന്താണ്? 1 ഡെറിവേറ്റീവ് എന്താ? 1 ഡെറിവേറ്റീവ് 0. 0. log x 1/x. 1/x. അപ്പോൾ dt = dx/x എന്ന് വരും. ഇവിടെ ഉണ്ടല്ലോ dx/x ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. അതെ, dx/x ഇതാണ് dt. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 1 + log x 1 + log x t എന്ന് കൊടുത്തു. 1/t 1/1 + log x 1/t. ഇത് dx/x ആണ് ബാക്കിയുള്ളൂ. dx/x = dt 1/t dt 1/t dt നെത്തി 1/t dt നമുക്കറിയാം. എന്താ ഇന്റഗ്രൽ ഓഫ് 1/t dt? ഇന്റഗ്രൽ ഓഫ് 1/t dt എന്താന്ന് പറയാം? ഇന്റഗ്രൽ ഓഫ് ലോഗ് ലോഗ് മോഡ് t + c. അപ്പൊ എന്തുവരും ഉത്തരം? മോഡ് 1 മോഡ് + log x + c എന്ന് വരും കേട്ടോ. ലോഗ് മോഡ് 1 + log x + c എന്ന് വരും. നാലാമത്തെ ക്വസ്റ്റ്യൻ സ്പീഡ് ചെയ്യണം കേട്ടോ. സ്പീഡ് ചെയ്യണം. പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. sin x sin of cos x dx. sin x sin of cos x dx. sin x sin of cos x dx. എങ്ങനെ ചെയ്യാം ആഷിഖ് നാസറെ? ആദ്യം sin of cos x dx അത് മാറ്റണ്ടേ? sin of cos x dx cos x എന്നുള്ള ഇല്ല, അതെങ്ങനെ മാറ്റൂടാ? മാറിപ്പോയതാ. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. sin x നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. t = sin x നീ പറഞ്ഞേ. dt/dx cos x ഇവിടെ dt cos x dx. cos x dx. ശരി. ഇവിടെ cos x dx ഒരു സാധനം ഉണ്ടോ? ഇല്ലല്ലോ. അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇല്ല. നീ പറഞ്ഞതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇല്ല കേട്ടോ. സൈൻ ഓഫ് കോസ് എക്സ് ഒരു ആംഗിളിന് പകരം കോസ് എക്സ് എടുക്കുന്നത്. അല്ലാണ്ട് വെറുതെ കോസ് എക്സ് ഒരു സാധനം ഇവിടെ ഇല്ല. മനസ്സിലായി പിള്ളേരെ? വെറുതെ കോസ് എക്സ് ഇവിടെ നമുക്കില്ല. ഇവിടെ കിടക്കുന്നത് സൈൻ ഓഫ് കോസ് എക്സ് ആണ്. കോസ് എക്സ് ആ സൈനിന്റെ ഉള്ളിലാ. അല്ലാതെ കോസ് എക്സ് ഡി എക്സ് ഒരു സാധനം ഇല്ല കേട്ടോ. നീ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കൂല. t = സൈൻ എക്സിന്റെ നടക്കൂല. t = sin x അല്ല സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തായിരിക്കും ആഷിഖേ?
ടി ഈക്വൽ ടു സൈൻ എക്സ് അല്ല, സോറി, ടി ഈക്വൽ ടു സൈൻ എക്സ് അല്ല. വേറെ എന്ത് ചെയ്യാം? അത് കാണുമ്പോൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂല്ലോ. സൈൻ ഓഫ് കോസ് എക്സ് പറയാമാഷികേ? എടാ കോസ് എക്സിനാ സബ്സ്റ്റിറ്റ്യൂഷൻ. കോസ് എക്സിന് കൊടുക്കുമ്പോൾ ശരിയാവില്ല നോക്കി. അതെ, കോസ് എക്സിന് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടി ഈക്വൽ ടു കോസ് എക്സ്. ബാക്കി പറഞ്ഞ ആഷികേ? മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പൊ ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ്. മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ആ മൈനസ് പ്രതി വന്ന മൈനസ് ഡി ടി ആയിക്കോളേ സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സ് ഡി എക്സ് ഇത് ഇവിടെ കൊടുത്ത് ഇന്റഗ്രൽ സൈൻ എക്സ് ഞാൻ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സൈൻ എക്സ് ഡി എക്സ്, സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്നായിക്കോളും, മൈനസ് ഡി ടി. പിന്നെ ബാക്കി ഇവിടെ എന്തുള്ളത്? സൈൻ ഓഫ് കോസ് എക്സ് അല്ലേ, അത് സൈൻ ടി എന്നാവില്ലേ, സൈൻ ടി. സൈൻ ഓഫ് കോസ് എക്സ് സൈൻ ടി. ചുരുക്കി പറഞ്ഞാൽ മൈനസ് പുറത്തേക്ക് മാറ്റാം, ഇന്റഗ്രൽ സൈൻ ടി ഡി ടി എന്നായി. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന രീതിയിലായില്ലേ? ഇന്റഗ്രൽ സൈൻ ടി ഡി ടി എന്ന് കിട്ടിക്കഴിഞ്ഞു. അവിടെ കോസ് എക്സിനാണ് സൈൻ ഓഫ് കോസ് എക്സ്. അപ്പോൾ ആ കോസ് എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. മൈനസ് പ്രശ്നമല്ല കേട്ടോ, മൈനസും കോൺസ്റ്റന്റുകൾ ഒന്നും പ്രശ്നമല്ല. നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ താഴത്തേക്കോ മുകളിലേക്കോ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മൈനസ് ഒന്നും പ്രശ്നമല്ല, മൈനസും കോൺസ്റ്റന്റും പ്രശ്നമല്ല. മൈനസ് സൈൻ ടി ഡി ടി എന്നായി. എന്താ ഇതിന്റെ ഇന്റഗ്രല്? മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ ടി. ആഷികെ പറഞ്ഞേ. മൈനസ് കോസ് ടി. മൈനസ് കോസ് ടി. മൈനസ് ഓഫ് മൈനസ് കോസ് ടി പ്ലസ് സി എന്നായി. മൈനസ് മൈനസോടെ പ്ലസ് ആവും കേട്ടോ. കോസ് ടി, ടിക്ക് പകരം കോസ് എക്സ്. കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി എന്ന ആൻസർ കിട്ടും. കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷന്റെ ഡെറിവേറ്റീവ് കൂടെ അവിടെ ഉണ്ടായിരിക്കണം. പ്രോബ്ലംസ് ചെയ്യണം, പ്രോബ്ലംസ് ശരിക്കും ചെയ്യുക. പിന്നെ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടും ഇതാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് അഞ്ചാമത്തത് ഇന്റഗ്രൽ ഓഫ് സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി. Integral sin ax plus b into cos ax plus b dx. എന്തായിരിക്കും ആൽഡ്രിനെ ഇതിന്റെ മാർഗം? ഇതിനെ മാറ്റണ്ടോ? എഫ് ഓഫ് ടി ഡി ടി ബൈ ഡി എ എന്നുള്ള രീതിയിലേക്ക്. ഡി ടി ബൈ നീ ഏതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഏത് ടൈപ്പാണ് എങ്ങനെയാണെന്ന് നോക്കുന്നില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം, എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാം, അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. പല ടൈപ്പ് ഉണ്ട്. ഓരോ ടൈപ്പിന് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ടൈപ്പാണിത്. അത് ഏത് ടൈപ്പാണെന്ന് മറ്റും നിങ്ങൾ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏത് ടൈപ്പാണ്? 6 ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് ടൈപ്പാണ്? ഇന്ന ടൈപ്പാണെങ്കിൽ ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അതിന്റെ ഡെറിവേറ്റീവോടെ അവിടെ ഉണ്ടാവണം. നമുക്ക് ഇന്റഗ്രൽ അറിയാവുന്ന ഒരു റിസൾട്ടിലേക്ക് അത് മാറണം. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അത് ഇന്റഗ്രൽ അറിയാവുന്ന ഒരു റിസൾട്ടിലേക്ക് മാറുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതാണ് മെത്തേഡ്. ടിക്ക് കോസ് കൊടുക്കുകയാണ്. ടിക്ക് കോസ് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലടാ. ടിക്ക് കോസ് ഒന്നുമില്ല. നീ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ പറഞ്ഞത്? ശരി ശരി. ടിക്ക് കോസ്
കോസ് കൊടുക്കുവാണ് കോസ് AX plus B. അങ്ങനെ പറയാം, നല്ല മനസ്സിലാവുള്ളൂ. ടിക്ക് കോസ് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല, കാരണം അതിനകത്ത് കോസ് AX plus B എന്നുള്ളത്. ടി ഈക്വൽ ടു കോസ് AX plus B കൊടുക്കാം. കാരണം എന്താണ്? അതിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസിന്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ അവിടെ ഇല്ലേ? ഉണ്ട്. ഇവിടെ പല രീതിയിൽ കൊടുക്കാട്ടോ പിള്ളേരെ. ഇവിടെ തിരിച്ചു കൊടുക്കാം, ഇവിടെ ഏതിനു വെള്ളം കൊടുക്കാം. കാരണം എന്താണ്? സൈന്റെ ഡെറിവേറ്റീവ് ആണ് കോസ്, കോസിന്റെ ഡെറിവേറ്റീവ് ആണ് സൈന്. രണ്ടോടില്ലേ? പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? രണ്ടുമുണ്ട്. രണ്ട് രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇവിടെ ആൻസർ കിട്ടും. കാരണം സൈന്റെ ഡെറിവേറ്റീവായ കോസും ഉണ്ട്, കോസിന്റെ ഡെറിവേറ്റീവായ സൈനും അവിടെ ഉണ്ട്. ഏത് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. തൽക്കാലം ആൾഡ്രിൻ പറഞ്ഞ പോലെ ചെയ്യാം. ആൾഡ്രിൻ പറഞ്ഞിരിക്കുന്നത് ടി ഈക്വൽ ടു കോസ് AX plus B എന്നാണ്. ശരി, ടി ഈക്വൽ ടു കോസ് AX plus B. dt by dx ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ് ആൾഡ്രിനെ? കോസ് AX plus B യുടെ ഡെറിവേറ്റീവ് സൈൻ 1 സൈൻ AX plus B. സൈൻ AX plus B അല്ല, കോസ് AX plus B യുടെ ഡെറിവേറ്റീവ് സൈൻ AX plus B അല്ല. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ ആൾഡ്രിനെ? കോസ് X സൈൻ X. സൈൻ എക്സ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവോ? മൈനസ് 4x. നീ പറഞ്ഞ ഇന്റഗ്രലടാ, പറയണതേ ഇന്റഗ്രലാണ്, ഡെറിവേറ്റീവ് അല്ല. ഇതിപ്പോ സൈൻ A പ്ലസ് സൈൻ A എന്ന് വരില്ലേ? ഇപ്പൊ പറഞ്ഞേക്കണതുണ്ട്, ഇത്ര അല്ല ഉള്ളൂ. ഡി dAX plus B by dt into ചെയ്യണം. ആ ബ്രാക്കറ്റിലുള്ളതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റിലുള്ളതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരി, എന്ത് വരും? കോസിന്റേത്, കോസിന്റെ സൈൻ ആണോടാ? കോസിന്റെ ഡെറിവേറ്റീവ് സൈന്റെ കോസ്, കോസിന്റെ മൈനസ് സൈൻ ആണ് കേട്ടോ. കോസിന്റെ മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ AX plus B. ഇവിടെ എക്സിന് പകരം AX plus B ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ഏതോടെയും വരും? ഈ ബ്രാക്കറ്റിലുള്ള ഡെറിവേറ്റീവ് എന്താ? അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ A കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എത്രയാ? 1. അപ്പൊ 1. A പ്ലസ് B കോൺസ്റ്റന്റ്, B ഡെറിവേറ്റീവ് 0 ഇൻറ്റു A എന്ന് വരും കേട്ടോ. മൈനസ് സൈൻ AX plus B ഇൻറ്റു A. എന്റെ ആൾറെഡി ഇതൊന്നും അറിയാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊന്നും അറിയാനില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും. ഇവിടുന്ന് dt ഈക്വൽ ടു, അല്ലെങ്കിൽ ഈ മൈനസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേക്കാം, മൈനസ് dt ഈക്വൽ ടു സൈൻ AX plus B ഇൻറ്റു A വരില്ലേ? ആ A ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേക്കാം, A dx. dx-നെ മറുസൈഡിലേക്ക് കൊണ്ടുപോയി, സൈൻ AX plus B ഇൻറ്റു dx. അവിടെ അധികം ഉണ്ടായിരുന്ന ഒരു മൈനസ് സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, മൈനസ് dt ബൈ A എന്നായി. ഈക്വൽ ടു ഇവിടെ കൊടുത്താൽ കോസ് AX plus B ക്കാണ് ടി എന്ന് കൊടുത്തേക്കുന്നത്. കോസ് AX plus B ക്ക് പകരം ടി. സൈൻ AX plus B ഇൻറ്റു dx, സൈൻ AX plus B ഇൻറ്റു dx ആണ് മൈനസ് dt A, മൈനസ് dt ബൈ A. ഈക്വൽ ടു മൈനസ് 1 ബൈ A പുറത്തേക്ക് മാറ്റിയേക്കാം, ഇന്റഗ്രൽ ടി ഡി ടി. മൈനസ് 1 ബൈ A പുറത്തേക്ക് മാറ്റിയാൽ ഇന്റഗ്രൽ ടി ഡി ടി എന്ന് വരും. മൈനസ് 1 ബൈ A ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി, ദാറ്റ് ഈസ് മൈനസ് 1 ബൈ 2A ടി സ്ക്വയർ. ടി എന്തായിരുന്നു? കോസ് AX പ്ലസ് ബി. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ AX പ്ലസ് ബി പ്ലസ് സി. മൈനസ് 1 ബൈ 2A, മൈനസ് 1 ബൈ 2A കോസ് സ്ക്വയർ AX പ്ലസ് ബി പ്ലസ് സി എന്ന് വരും.
വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നവർക്ക് ആൻസറിനകത്ത് മാറ്റം വരും കേട്ടോ. വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻസർ ചിലപ്പോൾ കോസിന്റെ ടൈമിൽ കിട്ടിയ ചിലർക്ക് സൈനിന്റെ ടൈമിലായിരിക്കും കിട്ടണത്. അപ്പൊ ഐഡന്റിറ്റി വെച്ചിരുമ്പോൾ അത് ഒന്നായിട്ട് വരുന്നേ. നമുക്ക് കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വേണമെന്നുള്ള ഐഡന്റിറ്റി ഉള്ളൂ. ട്രിഗണോമെട്രിക്കകത്ത് എല്ലാവർക്കും എല്ലാ രീതിയിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആൻസർ ഒന്നായിരിക്കില്ല കേട്ടോ. ട്രിഗണോമെട്രിക്കകത്ത് ആൻസറുകൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ്, ഒരാൾക്ക് സൈൻ സ്ക്വയർ എക്സ് കിട്ടി, വേറൊരാൾക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കിട്ടിയാലും രണ്ടും ഒന്നല്ലേ? പറഞ്ഞു മനസ്സിലായോ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. അപ്പൊ ഒരാളുടെ ഉത്തരം സൈൻ സ്ക്വയർ എക്സ്, വേറൊരാൾക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്, രണ്ടും ഒന്നാണ് കേട്ടോ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആൻസർ കിട്ടാം. രണ്ടും ഒന്നായിരിക്കും, വാല്യൂ ഒന്നായിരിക്കും, എക്സ്പ്രസ് ചെയ്യണത് വേറെ വേറെ രീതിയിലായിരിക്കും. ആ രീതിയിൽ ആൻസർ വരാം ട്രിഗണോമെട്രി വന്നാൽ. അടുത്തിലേക്ക് വന്നേ. ആറാമത്തത് ഇന്റഗ്രൽ ഓഫ് റൂട്ട് എക്സ് പ്ലസ് ബി. Integral of root ax plus b dx. ഇതെങ്ങനെ ചെയ്യാം എൽവിനെ? x plus b whole raised to half കൊടുക്കാം, 1/2 കൊടുക്കാം. ശരി, കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ax plus b നീ റൂട്ട് മാറ്റി റേസ് ടു ഹാഫ് dx. ഒരു കുഴപ്പമില്ല, പറഞ്ഞോ. ഇനി ഡയറക്റ്റ് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഡയറക്റ്റ് എഴുതാം, ഡയറക്റ്റ് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? എടാ, പവർ വരുന്ന ക്വസ്റ്റ്യനകത്ത് ഞാൻ 100% ഉറപ്പ് പറയില്ല കേട്ടോ. പവർ വരുന്ന ടേം ഉണ്ടെങ്കിൽ അതിനായിരിക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ അതൊരു പവറാ. പവർ വരുന്ന ടേം ഉണ്ടെങ്കിൽ 90% കേസിനകത്തും അതിനകത്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്ത് കൊടുക്കാം? ടി ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് കൊടുക്കുക. ടി ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഡി ടി ബൈ ഡി എക്സ് പറഞ്ഞേ പെട്ടെന്നാട്ടെ. ഹെൽവിനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്താട്ടെ. ഡി ടി ബൈ ഡി എക്സ് എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ എക്സ് റൈസ് ടു 1 വെച്ച്. അപ്പൊ എത്ര നീ കണ്ടുപിടിച്ച് പറഞ്ഞോട്ടെ. എക്സിന്റെ ഡെറിവേറ്റീവ് എ ആന്നേ, പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താ? ബിക്ക് 0. ആ, ഇതിനാണ് എത്ര സമയം എടുക്കുന്നത്. ഇപ്പൊ ഡി ടി ഈക്വൽ ടു അല്ലെങ്കിൽ ഡി ടി ബൈ എ ഈക്വൽ ടു ഡി എക്സ് എന്നാവും. ഡി ടി ബൈ എ ഈക്വൽ ടു ഡി എക്സ്. ശരി, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പറഞ്ഞേ എ എക്സ് പ്ലസ് ബിക്ക് ടി, ടി റേസ് ടു ഹാഫ് ഡി എക്സ്, ഡി എക്സിന് പകരം ഡി ടി ബൈ 1/a പുറത്തേക്ക് മാറ്റിയേക്കാം. ഇന്റഗ്രൽ ടി റേസ് ടു ഹാഫ് ഡി ടി 1/a ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു ഹാഫ് ഹാഫ് മൈനസ് 1. ഹാഫ് മൈനസ് 1 അല്ല, ഹാഫ് പ്ലസ് 1. ഇത് ഇന്റഗ്രൽ ടി റേസ് ടു n അല്ല, ഹാഫ് പ്ലസ് 1 വരുമ്പോ 3/2. ടി റേസ് ടു 3/2 തീർന്നോ? ബൈ 3/2. മുഴുവൻ പറഞ്ഞേ. 3/2 പ്ലസ് സി പ്ലസ് സി അറേഞ്ച് ചെയ്തേക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ടി റേസ് ടു 3/2. ടി എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ആണ് കേട്ടോ. എ എക്സ് പ്ലസ് ബി റേസ് ടു 3/2. താഴെ ഈ 2 അല്ലെങ്കിൽ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2/3 അല്ലേ ഉള്ളത്. 2 മുകളിൽ കയറില്ലേ? 2 മുകളിൽ കയറും. 2 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 2/3 എന്നാവും. അപ്പൊ 2 മുകളിൽ വരും, 3 താഴെയും വരും. അപ്പോൾ 2 ഇവിടെ ഒരു 3a ഉണ്ടാവും കേട്ടോ. 3 താഴെയാണ്, a താഴെയാണ്, 2 മുകളിലാവും. 2/3a ax plus b raised to 3/2 plus c.
എഴുതിക്കൊള്ളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ. മടിയൊന്നും വിചാരിക്കണ്ട, ചോദിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഈ കേസിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു തരട്ടോ അൻവറേ. ഒന്ന് പറഞ്ഞു തരുന്ന ആൻസർ ഡയറക്റ്റ്. അൻവറേ, ഡയറക്റ്റ് എന്റെ ആൻസർ നീ പറഞ്ഞു തരണമെന്ന് കേട്ടോ. നിനക്കിപ്പോ ചോദിച്ച മണ്ടത്തിലായി പോയി തോന്നുന്നുണ്ടോ? അത് വേണ്ടടാ, മണ്ടത്തിലായി തോന്നുന്നു കേട്ടോ. നിനക്കത് പഠിക്കാൻ വേണ്ടല്ലേ? നീ പറഞ്ഞ നമുക്ക് നോക്കാം. എഴുതി കഴിഞ്ഞ പിള്ളേരെ, എഴുതി കഴിഞ്ഞെങ്കിൽ അൻവർ ചോദിച്ചപോലെ ഡയറക്റ്റ് എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. ഇന്റഗ്രൽ ഓഫ് റൂട്ട് ax പ്ലസ് ബി റേസ് ടു ഹാഫ് dx. ഇന്റഗ്രൽ ഓഫ് ax പ്ലസ് ബി റൂട്ട് മാറ്റി റേസ് ടു ഹാഫ് എന്നാക്കി കേട്ടോ. ഹാഫ് dx ഈക്വൽ ടു പറഞ്ഞു അൻവറേ എക്സ് റേസ് ടു ഹാഫ് എന്നുള്ള രീതിയിലല്ലേ കിടക്കണത്? എക്സ് റേസ് ടു ഹാഫ്. അപ്പൊ എക്സ് റേസ് ടു ഹാഫ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് റേസ് ടു 1/2 പ്ലസ് 1/, അതായത് 3/2 എക്സ് റേസ് ടു 3/2 ബൈ 3/2 എന്നാക്കും അല്ലേ? എക്സ് റേസ് ടു 3/2 ബൈ 3/2 എന്നാക്കും. അതുപോലെ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? പറഞ്ഞോ, പറയടാ. ax പ്ലസ് ബി റേസ് ടു 3/2 ബൈ 3/2. ax പ്ലസ് ബി റേസ് ടു 3/2 ബൈ 3/2. തീർന്നില്ല കേട്ടോ. ഇവിടെ എക്സിന് പകരം എന്നാ കിടക്കണത്? എക്സ് റേസ് ടു ഹാഫ് ആണെങ്കിൽ എക്സ് റേസ് ടു 3/2 ബൈ 3/2 പരിപാടി തീർന്നു. എക്സ് റേസ് ടു ഹാഫ് ആണെങ്കിൽ എക്സ് റേസ് ടു 3/2 ബൈ 3/2 ആൻസർ ആയി. ഇവിടെ എക്സ് അല്ല, എക്സിന് പകരം ax പ്ലസ് ബി ആണ്. അപ്പോൾ ax പ്ലസ് ബി റേസ് ടു 3/2 ബൈ 3/2. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. എക്സിന് പകരം വേറെ എന്ത് വന്നാലും എന്ത് ചെയ്യണം? പറയാൻ പറയാം, ഇന്നലെ പറഞ്ഞു തന്നതാ. അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? ax പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് സൈഡിലൂടെ കണ്ടുപിടിച്ചു. ax പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ax പ്ലസ് ബി a ആണ്. അപ്പൊ a കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ a. അപ്പൊ പരിപാടി കഴിഞ്ഞു. പ്ലസ് സിയും കൊടുത്തേക്കുക. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്തേക്കാം. 3a/2 ആട്ടോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 2/3 എന്നാവും. 2 മോളിൽ കയറും. 2/3a ax പ്ലസ് ബി റേസ് ടു 3/2 പ്ലസ് സി കിട്ടും. അതേ ആൻസർ തന്നെ കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെയും ചെയ്യാം. എഴുതണമെങ്കിൽ എഴുതിക്കൊള്ളുക. അനദർ മെത്തേഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ എങ്ങനെയെങ്കിലും ചെയ്ത് ഉത്തരം കിട്ടിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. സാർ ആ ഒന്ന് ഇറങ്ങി കയറിക്കോട്ടെ. ശരി. ക്വസ്റ്റ്യൻ നമ്പർ 7. Integral of x into root of x plus 2 dx. Integral of x into root of x plus 2 dx. ഇത് എങ്ങനെ ചെയ്യും?
ഓരോ ക്വസ്റ്റിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. എല്ലാ ക്വസ്റ്റിനും ഒരുപോലെ ആയിരിക്കില്ല. ഓരോ ക്വസ്റ്റിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഓരോന്നും അതിൻ്റെതായ രീതിയിൽ നമുക്ക് ജനറൽ ആയിട്ട് ചെയ്യാൻ പാകത്തിന് ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കണം. മെത്തേഡ് കണ്ടുപിടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസിലൂടെ പറ്റുള്ളൂ കേട്ടോ. കാണുമ്പോൾ നമുക്ക് തോന്നണം ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ഇങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തോന്നണം നമുക്ക്. വേറെ മാർഗമൊന്നും ഇതിനകത്തില്ല. അത് പ്രാക്ടീസിലൂടെ പറ്റുകയും ചെയ്യുള്ളൂ. ഇവിടെ എന്ത് ചെയ്യാം? എന്താ മീന ഇവിടുത്തെ മാർഗം? പറഞ്ഞു കേൾക്കാം, എനിക്ക് കേൾക്കാം. ഞാൻ എക്സ് പ്ലസ് മറ്റേ റൂട്ടൊക്കെ മാറ്റിയായിരുന്നു. റൂട്ട് മാറ്റി ഞാനും മാറ്റാം. ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 റേസ് ടു ഹാഫ് ഡി എക്സ്. ശരി, ഇനി എന്ത് ചെയ്യണം? എന്നിട്ട് ടിക്ക് എക്സ് പ്ലസ് 2 എന്ന് കൊടുത്തു. ടിക്ക് എക്സ് പ്ലസ് 2 എന്ന് കൊടുത്തു. ശരി, ടി ഈക്വൽ ടു എക്സ് പ്ലസ് 2. പറഞ്ഞോ. അപ്പൊ ഡി ടി ബൈ ഡി 1 കിട്ടി. ശരി, ഇനി ഡി ടി ഈക്വൽ ടു ഡി എക്സ് ആവും അല്ലേ? ഇനി ഇവിടെ എന്ന് വരും ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് പ്ലസ് 2 ഓക്കെ ആയിരുന്നു, ടി തന്നെ കൊടുക്കാന്നല്ലോ. എക്സ് പ്ലസ് 2 ടി എന്ന് കൊടുക്കാം. ഞാൻ എന്നാ കൊടുത്തേക്കാം, അവിടെ ടി എന്ന് കൊടുത്തേക്കാം. ടി റേസ് ടു ഹാഫ് എന്ന് വരില്ലേ? ഈ എക്സ് പ്ലസ് 2 കൊടുക്കുമ്പോൾ ടി റേസ് ടു ഹാഫ്. ഡി എക്സിന് വരും ഡി ടി എന്ന് കൊടുക്കാമല്ലോ, അതും പ്രശ്നമല്ലല്ലോ. അതും കുഴപ്പമില്ല. പക്ഷെ ഫ്രണ്ടില് എക്സിനപ്പൊ എന്ത് കൊടുക്കും? അതെന്ത് ചെയ്യും? പുള്ളിയാണ് പുസ്തകക്കാരൻ. പുള്ളിനെ മാറ്റണം കേട്ടോ. പുള്ളിനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കണം. എക്സ് പറ്റൂല, നമുക്ക് ടി കിടക്കണം. അതിന് മാർഗമുണ്ടോ മീന? നമ്മൾ ആ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് നോക്കിയേ. നമ്മൾ കൊടുത്തേക്കണത് ടി ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നല്ലേ ഇവിടെ കൊടുത്തേക്കണത്. അപ്പോൾ ഇതിനകത്തുനിന്ന് എക്സിന് പകരം ഈ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ടി മൈനസ് 2 എന്ന് കൊടുക്കാൻ പാടില്ലേ? കേട്ടോ? അപ്പൊ ഈ എക്സിന് പകരം നമ്മൾ ടി മൈനസ് 2 എന്ന് കൊടുക്കൂടെ. ടി മൈനസ് 2. ഇപ്പൊ ഓക്കെ, ഇപ്പൊ എല്ലാവരും ടിയിലായി. അതാണ് അവിടുത്തെ മാർഗം കേട്ടോ. അങ്ങനെ വരുന്ന ക്വസ്റ്റിനകത്ത് ഇതാണ് മാർഗമുള്ളൂ. എക്സിന് പകരം ടി മൈനസ് 2, എല്ലാവരെയും ടിയിലാക്കി. ഇനി എന്ത് ചെയ്യും ജെസിയ? ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറെ കാര്യം ചെയ്യണം. പിന്നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ടല്ലേ കിടക്കണത്. ടി മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു ഹാഫ് എന്നല്ലേ കിടക്കണത്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കിടക്കുമ്പോ എന്ത് ചെയ്യും നമ്മള്? അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് 2 ടേം ആക്കി മാറ്റിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞ ജെസിയ. ടി ഇൻറ്റു ടി റേസ് ടു ഹാഫ്. ടി റേസ് ടു 3/2. ടി റേസ് ടു 3/2 മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു ഹാഫ്. 2 ടി റേസ് ടു ഹാഫ് dt. ഇപ്പൊ 2 ടേം ആയിട്ട് മതി. ഇനി ആദ്യത്തെ ഇന്റഗ്രല് മൈനസ് രണ്ടാമത്തെ ഇന്റഗ്രല് ഈക്വൽ ടു പറഞ്ഞ ജെസ്സി. ആദ്യത്തെ ഇന്റഗ്രല് integral of t raised to 3/2. T raised to 5/2 by 5/2. T raised to 5/2 by 5/2 minus 2 into t raised to half into T raised to 3/2 by 3/2 plus constant of integration c. Integration കഴിഞ്ഞു കേട്ടോ. നമ്മളൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് 2 ടേം ആക്കി മാറ്റി ഓരോന്നിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ടി റേസ് ടു 3/2 into ടി റേസ് ടു 5/2 by 5/2 വന്നു. ടി റേസ് ടു ഹാഫ് into ടി റേസ് ടു 3/2 by 3/2 വന്നു. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞ ജെസ്സി. ആ താഴെ കിടക്കുന്ന 5/2 മാറ്റണം. എന്ത് വരും? 2/5 t raised to 5/2. 2/5 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി into 2/5. അപ്പൊ 2/5 t raised to 5/2 minus 4/5 t raised to 3/2. 4/3 അല്ലേ നമ്മളെ? 4/3 into 2/3. 2 into 2 4 ആവും. താഴെ 3. t raised to 3/2 plus c. ഇനി ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമ്മൾ എന്തിനായിരുന്നു ടി എന്ന് കൊടുത്തായിരുന്നത്? x plus 2 അല്ലേ? അപ്പോൾ 2/5
x plus 2 raised to 5 by 2 minus 4 by 3 x plus 2 raised to 3 by 2 plus c. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഇത് പഠിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ബുക്ക് അടച്ചു വെക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, തന്നെ ചെയ്ത് നോക്കുക, ഉത്തരത്തിൽ എത്തുന്നുണ്ടോന്ന് നോക്കുക. എത്തുന്നില്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും ചെയ്യുക. ബുക്ക് അടച്ചു വെച്ച് തന്നെ ചെയ്തിരുന്ന് പഠിക്കുക. വേറെ മാർഗമില്ല കേട്ടോ. പ്രാക്ടീസിലൂടെ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അതിന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ ഒന്നും ഒഴിവാക്കണമെങ്കിൽ ചെയ്യുക തൽക്കാലം. ഇന്റഗ്രേറ്റ് 37 ക്വസ്റ്റ്യൻ ഇന്റഗ്രേറ്റ് ചെയ്യാനാ പറഞ്ഞേക്കണ കാലത്ത് തന്നെ. 37 7 ആയുള്ളൂ, ബാക്കി 30 എണ്ണം ഉണ്ട് കേട്ടോ. സ്പീഡ് ചെയ്തോ. അതിനുവേണ്ട ഞാൻ ഇന്ന് 2 സെഷനും പിടിച്ചേക്കണത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ integrate x into root of 1 plus 2x square dx. ഇതൊക്കെ അതുപോലെ ആട്ടോ, ഇപ്പൊ ചെയ്ത പോലെ തന്നെയാ. ഇന്റഗ്രൽ എക്സ് ഇൻറ്റു 1 plus 2x square raised to half dx എന്നാവും. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? t equal to പറഞ്ഞ അസ്ലമേ ഇസ്ലാം സ്റ്റെപ്പായി പോലോ. ബേസിലെ പറഞ്ഞാൽ എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? 1 plus 2x square. 1 plus 2x square. t equal to 1 plus 2x square. ശരി. dt by dx 2 പുറത്തേക്ക് എടുത്തിട്ട് 2x. അപ്പൊ 4x അല്ലേ? 4x. ശരി. നമുക്കിവിടെ x dx ഉണ്ട് കേട്ടോ. x ഇവിടെ ഇല്ല അല്ലെ? dx x ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ കുഴപ്പമില്ല, ഇവിടെ കുറച്ചൊരു എളുപ്പമുണ്ട്. x dx ന് dt by 4 എന്നാവൂല്ലേ? x dx equal to dt by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പറഞ്ഞ കേസിലെ ഇന്റഗ്രൽ t raised to half. ബാക്കി x dx ഉണ്ട്. x dx ന് പകരം dt by 4. 4 പുറത്തേക്ക് പോട്ടെ. 1 by 4 ഇന്റഗ്രൽ ഓഫ് t raised to half dt. 1 by 4 ഇന്റഗ്രൽ ഓഫ് t raised to half t raised to 3 by 2 by 3 by 2 plus c. So 1 by 4 3 by 2 എന്ന് പറഞ്ഞത് into 2 by 3 ആവും കേട്ടോ. into 2 by 3 t-ക്ക് പകരം 1 plus 2x square raised to 3 by 2 plus c. 2ഉം 4ഉം വെട്ടിക്കളഞ്ഞാൽ താഴെ ഒരു 2 വരും. 1 by 6 1 plus 2x square raised to 3 by 2 plus c.
അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. Integral of 4x plus 2 root of x square plus x plus 1 dx. Integral of 4x plus 2 root of x square plus x plus 1 dx. എങ്ങനെ ചെയ്യാം? അല്ലെങ്കിൽ എന്തിനു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആദിൽ നസേ പറഞ്ഞു ക്വസ്റ്റ്യൻ. 4x plus 2 2 പുറത്തോട്ട് എടുക്കണം. 4x plus 2 2 പുറത്തേക്ക് എടുക്കണം. ശരി, 2 പുറത്തേക്ക് എടുത്തേക്കാം. ബാക്കി എന്തുണ്ട്? 2x plus 1 2x plus 1 root x square plus x plus 1. അതിന് വേണമെങ്കിൽ നമുക്ക് x square plus x plus 1 raised to half എന്നാക്കിയേക്കാം. ഉണ്ടോ? കുഴപ്പമില്ലാക്കില്ല, കുഴപ്പമൊന്നുമില്ല. ശരി, ഇങ്ങനെ ആദ്യം പറഞ്ഞ 4x plus 2 നിന്ന് 2 പുറത്തേക്ക് മാറ്റി. ഓക്കെ, ഇനി x square plus x plus 1 t ആയിട്ട് x square plus x plus 1 t ആയിട്ട് എടുത്തു. എപ്പോഴും പവർ വരുന്നത് വേണം കേട്ടോ. പവർ വരുന്നതിന് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. ഇവിടെ പവർ റേസ് ടു ഹാഫ് ആണ്, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. dt by dx 2x plus 1 2x plus 1. ഇവിടെ നമുക്ക് 2x plus 1 ഉണ്ട് ഇപ്പൊ. ഓക്കെ, dt equal to 2x plus 1 dx equal to 2 into പറഞ്ഞോനെ 2 into t raised to half 2 into the t x square plus x plus 1 t എന്ന് കൊടുത്തു, t raised to half. ബാക്കി 2x plus 1 dx ഉണ്ട് കേട്ടോ. അത് ഈ 2x plus 1 ഇവിടെ ഉണ്ട്, ഇവിടെ dx ഉണ്ട്. 2x plus 1 dx എന്ന് പറഞ്ഞാൽ dt ആണ്, dt. ഓക്കെ, 2 into integral of t raised to half t raised to 3/2 by 3/2 plus c into 2/3 ആകുമ്പോൾ 4/3 എന്നാവും. 4/3 t ക്ക് പകരം x square plus x plus 1 raised to 3/2 plus c. ആൻസർ തന്നെ ചെയ്ത് കിട്ടിയവരെന്ന് കൈവയ്ക്കേ. ആൻസർ കിട്ടിയവരെന്ന് കൈവയ്ക്കുന്ന. ശരി, കൈകളുടെ എണ്ണം കുറവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. Integral of 1 by x minus root x dx. Integral of 1 by x minus root x dx. ഇവിടെ ഒരു ചെറിയ അറേഞ്ച്മെന്റ് ചെയ്യണം കേട്ടോ. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് ചെയ്ത പോലെ ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്യണം. ചില ക്വസ്റ്റിനകത്ത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ചില പ്രോബ്ലത്തിനകത്ത് ചെറിയ അറേഞ്ച്മെന്റുകൾ ചെയ്ത് മാറ്റിയതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമ്മൾ എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷന്റെ ഡെറിവേറ്റീവോടെ അവിടെ വല്ല. എന്ത് ചെയ്യാം കൈലാസ? ഇന്റഗ്രൽ
ഡിനോമിനേറ്ററിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? എക്സ് പുറത്തെടുക്കാൻ പറ്റില്ല, കാരണം റൂട്ട് എക്സിനകത്ത് എക്സ് ഇല്ല. അല്ല, രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ളതല്ലേ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. രണ്ടിനകത്തും ചെറുതല്ലേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഒരിടത്ത് എക്സ് ഉണ്ട്, ഒരിടത്ത് അതിന്റെ റൂട്ടാണ്. അപ്പൊ ആ റൂട്ട് മാറ്റണ്ടേ? റൂട്ട് ചുമ്മാ മാറില്ല. റൂട്ടിന് മാറി നമുക്ക് എക്സ് റേസ്റ്റ് ഹാഫ് എന്ന് എഴുതാൻ പറ്റും. റൂട്ട് മാറ്റിയാൽ എക്സ് റേസ്റ്റ് ഹാഫ് എന്ന് എഴുതാം. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് എന്ത് നമുക്ക് പുറത്തേക്ക് മാറ്റാമെന്ന് ചോദിക്കണേ. കോമൺ ആയിട്ട് എന്തെടുക്കാം? ഡിനോമിനേറ്ററിൽ ഒരിടത്ത് എക്സ് ഉണ്ട്, അടുത്തടുത്ത് റൂട്ട് എക്സ് ഉണ്ട്, രണ്ട് ടേം ഉണ്ട്. ആ രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? എന്തായിരിക്കും അസ്ലമേ? വൺ ബൈ എക്സ് ആണോ? 1/x എങ്ങനെയാടാ കോമൺ ആയിട്ട് കിടണേ? താഴെ ഞാൻ ചോദിക്കട്ടെ, 25ഉം 5ഉം ഉണ്ടെങ്കിൽ ഏതാ കോമൺ ആയിട്ട് എടുക്കണേ? 5. ചെറുതല്ലേ എടുക്കുള്ളൂ. ഇവിടെ എക്സും ഉണ്ട് റൂട്ട് എക്സും ഉണ്ട്, ഏതാ ചെറുത്? റൂട്ട് എക്സ്. റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് എക്സിന്റെ കോമൺ ആയിട്ട് എടുക്കാൻ എക്സും റൂട്ട് എക്സും ഉണ്ടെങ്കിൽ ചെറുതാണ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. റൂട്ട് എക്സിന് നമ്മൾ കോമൺ ആയിട്ട് എടുക്കും. റൂട്ട് എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് പറഞ്ഞേ? എക്സിന്റെ സ്ഥാനത്തപ്പോ എന്താ റൂട്ട് എക്സിന്റെ റൂട്ട് എക്സ് എന്നാ? റൂട്ട് എക്സിന്റെ റൂട്ട് എക്സ് 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 ആയില്ലേ? മൈനസ് എക്സ് അല്ല -1. സോറി, -1 അല്ലേ? ശരിയാണോ നോക്കി. ഇപ്പൊ താഴെ കിടക്കുന്ന സാധനം തന്നെ കിട്ടിയോ നോക്കി. കിട്ടി. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് മൈനസ് 1 ഇൻറ്റു റൂട്ട് എക്സ് റൂട്ട് എക്സ്. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് ആണ്, -1 ഇൻറ്റു റൂട്ട് എക്സ് റൂട്ട് എക്സ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം കേട്ടോ. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? അവിടെ t ഈക്വൽ ടു ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? ഏതിനായിരിക്കും നിഖാലെ? റൂട്ട് എക്സ് മൈനസ് 1 t ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. dt ബൈ dx ഓടാ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് പറഞ്ഞേ. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/x. 1/x അല്ല, അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് കണ്ടോ ബേസിലെ? ബേസിലെ കിട്ടിയോ? ബേസിലെ സഹായിക്കുക. പറഞ്ഞോ. 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ് -1ന്റെ 0 ആയി പോകും. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് -1ന്റെ 0 ആണ്. അപ്പോൾ ഇവിടുന്ന് dt നമുക്കിപ്പോ 1/2 റൂട്ട് എക്സ് ഉള്ളൂ കേട്ടോ. ഈ 2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 2 dt എന്നാവും. 2 dt ഈക്വൽ ടു dx ബൈ റൂട്ട് എക്സ്. ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോട്ടോ വളരെ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ എന്ത് വരുമെന്ന്. ആഷിഖ് നാസറെ, ആഷിഖ് നാസർ. 1/t. 1 ഈ റൂട്ട് എക്സ് -1ന് പകരം t, അപ്പൊ 1/t. പിന്നെ എന്താ ഉള്ളത്? dx ബൈ റൂട്ട് എക്സ് അല്ലേ? ബാക്കി dx ബൈ റൂട്ട് എക്സ് ഉണ്ട്. എന്താണ് dx ബൈ റൂട്ട് എക്സ്? 2 dt. 2 പുറത്തേക്ക് മാറ്റിയേക്കാം, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 1/t dt. 1/t dt ലോഗ് മോഡ് t. 2 ലോഗ് മോഡ് t പ്ലസ് c ഈക്വൽ ടു 2 ലോഗ്
മോഡ് ടി എന്തായിരുന്നു? റൂട്ട് എക്സ് മൈനസ് 1 ടു ലോഗ് മോഡ് റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന് വരും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 11, ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് 4. ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് 4, എക്സ് ഗ്രേറ്റർ ദാൻ 0. Integral of x by root x plus 4 dx. എങ്ങനെ മുന്നോട്ട് പോവാം? അൽഫാദെ x plus 4 the whole raised to 1 by 2 നോക്കണം. x plus 4 the whole raised to 1 by 2 ആക്കാലോ. Integral x by x plus 4 the whole raised to 1 by 2 dx. ഇനി x plus 4ന്റെ dx ആണ്. x plus 4ന്റെ 4ന്റെ ഡെറിവേറ്റീവ്. ശരി, അപ്പൊ t equal to x plus 4. t equal to x plus 4 ആണെങ്കിൽ dt by dx x 1 അപ്പോൾ dt equal to dx. ഇന്റഗ്രൽ കൊടുക്കണം അവിടെ. ന്യൂമറേറ്ററിൽ x ഉണ്ട്. x ന് വരെ എന്ത് കൊടുക്കാം? x ന് വരം t minus 4. t minus 4. x ന് പകരം ഇവിടുന്ന് t minus 4 എന്ന് കൊടുക്കാം. x equal to t minus 4. x ന് പകരം t minus 4 by x plus 4 എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ t അല്ലേ? t raised to half അല്ലേ? t raised to half. dx ന് പകരം dt. എല്ലാ കാര്യങ്ങളുമായി ഇനി എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ടിയിൽ മാറി കേട്ടോ. കംപ്ലീറ്റ് ടിയിൽ മാറി. ഇനി അടുത്ത സ്റ്റെപ്പ് പറയാമോ? ഇന്റഗ്രേറ്റ് ചെയ്യാറായില്ല. ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യണം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്റഗ്രേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. മുകളില് ഒന്നിൽ കൂടുതൽ ടേമും താഴെ ഒരു ടേമും വന്നാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേക്കണേ? സെപ്പറേറ്റ് ചെയ്യണം. ഡിവൈഡ് സെപ്പറേറ്റ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തോ. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം t by t raised to half. t by t raised to half ആദ്യത്തെ ടൈം t by t raised to half minus 4 by t raised to half dt നാവും കേട്ടോ. ന്യൂമറേറ്ററിൽ ഒന്നിൽ കൂടുതൽ ടേം വന്നാൽ ഡിനോമിനേറ്റർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിൽ ഒന്നിൽ കൂടുതൽ ടേം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് t by t raised to half എന്ത് വരും? അൽഫാദെ t by t raised to half. t നെ t raised to half കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? t raised to half. t raised to half. അടുത്തതോ മൈനസ് 4 by t raised to half. എങ്ങനെ എഴുതാം നമുക്ക്? ഫോർ t raised to -1/2 dt. ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന രൂപത്തിലായില്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന രൂപത്തിലായിട്ടോ. ഡിനോമിനേറ്ററിലെ ഒരു ടേം ആണ്. ന്യൂമറേറ്ററിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഓരോന്നുകൊണ്ട് സെപ്പറേറ്റ് അങ്ങ് ഡിവൈഡ് ചെയ്തു. ഇന്റഗ്രൽ പറഞ്ഞേ. ഇന്റഗ്രൽ ഓഫ് t raised to half t raised to 3/2/3/2. t raised to 3/2/3/2 minus 4 t raised to minus half ഇന്ത്യ
raised to 1/2. By 1/2. ശരി, അറേഞ്ച് ചെയ്യാം. ഈ 3/2 കൊണ്ടുള്ള ഡിവിഷൻ ഇൻറ്റു 2/3 ആവും. 2/3 t raised to 3/2 മൈനസ് ഇത് ഇൻറ്റു 2/1 ആവും. അപ്പോൾ 8 ആവും. 8 t raised to half plus c. That is തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. 2/3 ടിക്ക് പകരം എന്തായിരുന്നു പിള്ളേരെ നമ്മുടെ ടി? x plus 4. x plus 4 raised to 3/2 minus 8 x plus 4 raised to half plus 2/3 x plus 4 raised to 2/3 x plus 4 raised to 3/2 minus 8 x plus 4 raised to half plus c. എങ്ങനെയുണ്ട് അലിമോനെ ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്തിട്ട്? പറയടാ, കേക്കാൻ പാടില്ല. കുഴപ്പമില്ല. ശരി, അടുത്തത് നമുക്ക് ചെയ്യാനല്ലേ ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്ത് പിള്ളേരെ, ഇന്റഗ്രൽ x³ minus 1 raised to 1/3 into x raised to 5. Question number 12. Integral x³ minus 1 raised to 1/3 x raised to 5 dx. ഫൈസേ എന്ത് ചെയ്യാം? ഇതിനെ ടി ഈക്വൽ ടു വേണം. x³ അല്ലാണ്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ചെയ്യാടാ. അല്ലാണ്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ചെയ്യാം കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റണം, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. x³ മൈനസ് 1 x³ മൈനസ് 1 റേസ്റ്റ് 1/3 പവർ ഉണ്ട്, അതിന് ടി എന്ന് കൊടുത്തു. ഇനി dt by dx 3x². ശരി, ഇപ്പുറത്തേക്ക് പോന്നാൽ ഇന്റഗ്രൽ dt by 3 is equal to x² dx. dt by 3 equal to x² dx. ശരി, പക്ഷെ നമുക്ക് ഇവിടെ x raised to 5 dx ആട്ടോ അല്ലേ? x raised to 5 dx. നീ എവിടെയാ 5 ഇരിക്കണേ? വേറെ എന്തൊക്കെ സൗണ്ട് കേൾക്കണ്ടല്ലോടാ. x³ എടുക്കാൻ പറ്റില്ലേ? x raised to 5 x raised to 5 x³ നമുക്ക് x raised to 5 x³ into x² എന്നാക്കാം കേട്ടോ. ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ എഴുതിയേക്കാം. x³ minus 1 raised to 1/3. ഈ x raised to 5 നമുക്കിവിടെ x² dx അല്ലേ അറിയാവുന്നത്. x² dx ആണ് കിട്ടിയേക്കണത്. അപ്പൊ ഞാൻ ഈ x raised to 5 x³ into x² dx ഇങ്ങനെയൊക്കെ കുഴപ്പമില്ലല്ലോ. x³ into x² എന്നാക്കി. ഇനി പറഞ്ഞേ ഫൈസെ എന്തൊക്കെ ഇടാം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കഴിയുമ്പോൾ ടിയിലേക്ക് മാറ്റിക്കേ. ഇന്റഗ്രൽ t raised to 1/3 x³ പകരം t minus 1 t plus 1 x³ പറയും. നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിൽ x³ പകരം t plus 1 എന്നാക്കാം. t plus 1 x³ പകരം t plus 1 x² dx dt by 3 ആ 1/3 പുറത്തേക്ക് മാറ്റുക. ഇന്റഗ്രൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തേ. t raised to 1/3 into t a raised to m into a raised to n plus n. t raised to 1/3 into t 1/5 അല്ല
പിന്നെ ടി റേസ്റ്റ് ടി റേസ്റ്റ് 1 ബൈ നമ്മൾ ഈ ബ്രാക്കറ്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ടി റേസ്റ്റ് 1/3 ഇൻറ്റു ടി എത്ര വരുന്നത്? ടി റേസ്റ്റ് 1/3 ഈ ടി കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3/2 ആണ്. അല്ലടാ, ടി റേസ്റ്റ് 1/3 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടി റേസ്റ്റ് 1 അല്ലേ? എ റേസ്റ്റ് എം ഇൻറ്റു എ റേസ്റ്റ് എൻ എന്ന് പറഞ്ഞാൽ എ റേസ്റ്റ് എം പ്ലസ് എൻ അല്ലേ? ഞാൻ 1/2 അപ്പൊ 4/3. 4/3 വരും. ടി റേസ്റ്റ് 4/3 പ്ലസ് 1 ഇൻറ്റു ടി റേസ്റ്റ് 1/3 കേട്ടോ. ടി റേസ്റ്റ് 1/3 ഇൻറ്റു 1 അത് തന്നെ വരും. ടി റേസ്റ്റ് 1/3 1/3 നമ്മൾ ആദ്യം പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഡി ടി 1/3 ഇന്റഗ്രൽ ടി റേസ്റ്റ് 4/3 പ്ലസ് ടി റേസ്റ്റ് 1/3 ഡി ടി. ഇനി ഇന്റഗ്രൽ വരണം 1/3 ഇൻറ്റു ഓരോന്നിനും ഇന്റഗ്രൽ. ടി റേസ്റ്റ് 4/3 ഇന്റഗ്രൽ 7/3. ടി റേസ്റ്റ് 7/3 ബൈ 7/3. ശരി. അടുത്തത് ടി റേസ്റ്റ് 1/3 4/3 ബൈ 4/3 പ്ലസ് സി അറേഞ്ച് ചെയ്ത് വന്നാൽ മതി. ഈക്വൽ ടു 1/3 ഇൻറ്റു ഈ 7/3 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/7 ആവും. ഇൻറ്റു 3/7 ടി റേസ്റ്റ് 7/3. അടുത്തത് ഇൻറ്റു 3/4 ആവും. 3/4 ടി റേസ്റ്റ് 4/3. ഈ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു 3 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റാൻ പാടില്ലേ? താഴത്തെ 3 ആയിട്ട് വെട്ടിപ്പോക്കോളും. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു 3 പുറത്തേക്ക് മാറ്റുക. 3 ആയിട്ട് വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് 1/7 ടി റേസ്റ്റ് 7/3. 3യും 3യും പോവും. അതുപോലെ രണ്ടാമത്തിലും 3 പോവും. പ്ലസ് 1/4 ടി റേസ്റ്റ് 4/3 പ്ലസ് സി എന്ന് വരും. അതായത് ന്യൂമറേറ്ററിൽ നിന്ന് 3 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റും. പുറത്തുള്ള 3 ആയിട്ട് വെട്ടിപ്പോകും. ഇനി ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ. ടി എന്തായിരുന്നു? ടി ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 1. 1/7 എക്സ് ക്യൂബ് മൈനസ് 1 റേസ് ടു 7/3 പ്ലസ് 1/4 എക്സ് ക്യൂബ് മൈനസ് 1 റേസ് ടു 4/3 പ്ലസ് സി. (1/7 x cube minus 1 raised to 7/3 plus 1/4 x cube minus 1 raised to 4/3 plus c. ഇന്ന് തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇന്ന് തന്നെ ചെയ്ത് പഠിക്കണം. മറന്നു പോകും. കഴിഞ്ഞവരും അടുത്ത് ചെയ്യുക കേട്ടോ. 13 ചെയ്തു നോക്കി. വലിയ പ്രശ്നങ്ങളില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. 13 തന്നെ ചെയ്തേ. സാർ 13ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലടാ. ടെക്സ്റ്റ് ഉണ്ട്, പക്ഷെ വേറെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 plus 3x cube. Question number 13. Integral of x square by 2 plus 3x cube the whole cube dx. ഇവിടെ എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താ മീന? എന്തിനു കൊടുക്കാം? 2 plus 3x cube. 3x cube. ശരി, നമുക്ക് നോക്കാം.
dt/dx പറഞ്ഞ അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3x². ആ ഒരു 3 ആദ്യം ഉണ്ടല്ലോ. 3 ഇൻറ്റു ആ അല്ല വേണ്ടേ? അങ്ങനെയല്ല. 3x². 3 ഇൻറ്റു ഡെറിവേറ്റീവ് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് 2 0. ശരി, അത് എഴുതണ്ട, എഴുതിയില്ല. അടുത്ത ഡെറിവേറ്റീവ് ഓഫ് അത് 3x³ എന്ന് പറയുമ്പോൾ x³ x റേസ് ടു അല്ല 3 ഇൻറ്റു x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3 കോൺസ്റ്റന്റ് ആദ്യം പുറത്തേക്ക് മാറ്റൂലെന്ന്. ഈ 3 കോൺസ്റ്റന്റ് ഞാൻ പുറത്തേക്ക് മാറ്റിയിട്ടു. ഇനി x³ പുറവാക്കി. x³ എന്താ? x³ 3x². അപ്പൊ 3 ഇൻറ്റു 3x², 9x² എന്ന് വരും. 3 കോൺസ്റ്റന്റ് പുറത്തിട്ടു. 3 ഒന്നും ചെയ്യേണ്ട, കോൺസ്റ്റന്റ് വെറുതെ പുറത്ത് അതുപോലെ കിടക്കട്ടെ. x³ 3x². അപ്പൊ 9x² ആണ്. dt/dx = 9x² ആണ് കേട്ടോ. നമുക്ക് മുകളിൽ x² ഉള്ളൂ. മുകളിൽ x² ആണുള്ളത്. അപ്പൊ ഇങ്ങനെയാക്കാം, dt/9 = x² dx. കൊടുത്തു കഴിയുമ്പോൾ ഇന്റഗ്രൽ 1/2 + 3x³ t എന്ന് കൊടുത്താൽ 1/t³. ഇനി മുകളിൽ എന്തുണ്ട്? x² dx. x² dx dt/9. 1/9 പുറത്തേക്ക് മാറ്റാം. ഇന്റഗ്രൽ t³ t⁻³ എന്നാക്കാം dt. 1/9 t⁻³ dt = 1/9 t⁻³ ഇന്റഗ്രൽ എന്താ നിഹാലെ? t⁻³ ഇന്റഗ്രൽ ഇന്റഗ്രലാണോ? മറ്റേ നമ്പർ ഓഫ് മറ്റേ -3 + 1 -4 t⁻⁻⁴ by -4 ആണ്. t⁻⁻⁴ by -4. നിനക്ക് എങ്ങനെ -4 കിട്ടിയെന്ന് പറഞ്ഞേ? -3 + 1. -3 യുടെ 1 കൂട്ടിയല്ല -4 അല്ലേ? -3 യുടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ -2 അല്ലേ? അത് നിനക്ക് കണ്ടമാനം മെസ്സേജ് വന്നിട്ടില്ലോടാ. അപ്പൊ നിനക്ക് കൂട്ടുമ്പോ ഇങ്ങനെ -4 വരും കേട്ടോ. t⁻² by -2. t⁻² by -2 എന്നാണ്. plus c. That is 1/-18. 9 into -2 അല്ലേ? -18. t⁻². t എന്തായിരുന്നു? 2 + 3x³ -2. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് ആൻസർ ആയി. ഈ മൈനസിനെ മുകളിലേക്ക് കൊടുത്തേക്കാം. -1/18 പോസിറ്റീവ് കേട്ടോ. ഈ മൈനസ് മുകളിലേക്ക് കയറ്റിയിട്ടുള്ളൂ കേട്ടോ. -. ഇനി ഈ 2 + 3x³ raised to -2 താഴ്ത്തേക്ക് കൊണ്ട് പോസിറ്റീവ് ആയിട്ട് എഴുതാലോ. 2 + 3x³ + c. വേണം നിർബന്ധമൊന്നുമില്ല, പഴയ പോലെ കിടന്നാലും മതി.
14 ഇന്റഗ്രൽ എന്തോ രണ്ടാമത്തെ സ്റ്റെപ്പില് 1 വന്ന എങ്ങനെയാ? രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ് സ്ക്വയറിന് വരും. രണ്ടാമത്തെ സ്റ്റെപ്പില് എടാ എക്സ് സ്ക്വയർ ഡി എക്സ് എന്താ ആൾട്ടർനെ ഈ സാധനം എന്നാ എക്സ് സ്ക്വയർ ഡി എക്സ് എക്സ് സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമല്ലേ എക്സ് സ്ക്വയർ ഡി എക്സിന് വരെ എന്നാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണെന്നാ എടാ ഈ എക്സ് തന്നേക്കണ ക്വസ്റ്റിനെ നമ്മൾ ചെയ്യാൻ അറിയാൻ പാടാത്തോണ്ട് ടിയിലേക്ക് മാറ്റിയേക്കൂല്ലേ? അപ്പൊ ആ എക്സ് സ്ക്വയർ ഡി എക്സ് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേ? ഇത് എവിടെ എഴുതിയിട്ടില്ലേ dt/9? പിന്നെ ബാക്കി ഇവിടെ എന്നാ ഉള്ളത്? പിന്നെ 1 അല്ലേ ഉള്ളു ബാക്കി. അതുകൊണ്ടാണ് 1 എന്ന് കൊടുത്തേക്കണേ. ടിക്ക് പകരം 2 + 3x³ 1/t³ വരും. പതിനാലാമത്തെ ഇന്റഗ്രൽ 1 dx dx ട്ടോ x + log x raised to m. എളുപ്പമാ. എന്ത് ചെയ്യാം അമനെ? എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? log x നെയാണോ? നീ പറഞ്ഞോന്നേ. t = log x. അപ്പൊ dt/dx എന്താ? ഡെറിവേറ്റീവ് ഓഫ് log x. ഡെറിവേറ്റീവ് ഓഫ് log x log x അല്ലേ? log x ന്റെ ഡെറിവേറ്റീവ് log x തന്നെയാ. എടാ അങ്ങനെ തന്നെ ഒരേ ഒരു സാധനമുള്ളൂ, e⁻x മാത്രം. e⁻x ന്റെ ഡെറിവേറ്റീവ് e⁻x ആയിരിക്കും. വേറെ ഒന്നും അങ്ങനെ വന്നതില്ല. ഡെറിവേറ്റീവ് ഓഫ് log x ബുക്ക് കീറിപ്പാന്നുള്ളൂ. 1/x. ഡെറിവേറ്റീവ് ഓഫ് log x = 1/x. ഇവിടുന്ന് dt = dx/x എന്നാവും കേട്ടോ. ഇവിടെ കൊടുത്തില്ലേ dx/x dt. log x ന് t raised to m. അത് മുകളിലേക്ക് എടുത്താൽ t raised to -m dt എന്നാവും. t raised to -m dt. t raised to -m dt. എന്നാ ഒരു ആദിൽ മുഹമ്മദ് t raised to -m ന്റെ ഇന്റഗ്രൽ? a raised to -m -1 അല്ലടാ. +1 ആണോ? t raised to -m +1 divided by -m +1 plus c. t എന്ന് പറഞ്ഞാൽ log x ആണ്. log x raised to -m +1 1 - m by 1 - m plus c. log x raised to 1 - m by 1 - m plus c. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. Question number 15. Integral x by 9 minus 4x square dx. എന്തിനു കൊടുക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ?
ആഷിഖ് നസ്രേ പറഞ്ഞേ. 9 minus 4x square. 9 minus 4x square. dt by dx minus 4 into 2x. അതായത് dt by dx equal to minus 8x ആണോ? ശരി, നമുക്ക് x dx അവിടെ ഉള്ളൂ കേട്ടോ ക്വസ്റ്റിനകത്ത്. അപ്പൊ dt by minus 8 എന്നാക്കാം. dt by minus 8 equal to x dx. ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ആൽഡ്രിനെ പറഞ്ഞാ എങ്ങനെ മാറ്റും? സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എന്ന് പറഞ്ഞു നീ? പെട്ടെന്നാവട്ടെ. ഇന്റഗ്രൽ x dx by 9 minus 4x square എന്തായിട്ട് മാറും? 1 by ശരിയാ 1 by t. 1 by t square. 1 by t square അല്ല 1 by t. നിനക്കൊരു മെസ്സേജ് ഒന്നുമില്ല എന്റെ ഇടയ്ക്ക്? എനിക്ക് അത്ര സ്ക്വയർ ഒക്കെ കിട്ടും. 1 by t ബാക്കി പറയടാ. പറയാൻ പറ്റുന്നോന്നുള്ളല്ലോടാ. 1 by t dt by 8. 1 by t dt by minus 8. minus 8 തീർന്നോ? പ്ലസ് dx ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കണേ നമുക്ക് ടീയിലേക്ക് മാറ്റണം. ഇനി എന്നൊക്കെയുണ്ട്? ഇത്രേ ഉള്ളൂ. നീ ആ പ്ലസ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പ്ലസ് ഇട്ട് വെച്ചേക്കണത്. നീ ആ പ്ലസ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനായിട്ട് ഒഴിവാക്കണല്ലോ എന്ന് ഓർത്താ. ശരി, ഇവിടെ 1 by minus 8 പുറത്തേക്ക് മാറ്റിയേക്കാം കേട്ടോ. minus 1 by 8. 1 by minus 8 പുറത്തേക്ക് മാറ്റി. minus 1 by 8. ബാക്കിയുള്ളത് എന്താണ്? ഇന്റഗ്രൽ dt by t. minus 1 by 8 ഇന്റഗ്രൽ dt by t. ഇന്റഗ്രൽ dt by t log mod t plus c. minus 1 by 8 log mod 9 minus 4x square plus c എന്ന് വരും. minus 1 by 8 log mod 9 minus 4x square plus c. കഴിഞ്ഞല്ലോ. 15 ദിവസത്തിനായിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ചെയ്യാം. കൃത്യം 9 മണിക്ക്, 8 മണിയല്ലേ ഇപ്പൊ? 9 മണിക്ക് കേട്ടോ. കൃത്യം 9 മണിക്ക് ഫോർമുലാസ് ഒക്കെ നോക്കി റെഡിയായി എത്തിച്ചേരുക കേട്ടോ. കുറച്ചു നേരത്തേക്ക് മെസ്സേജ് ഒക്കെ മാറ്റി വെച്ചോട്ടോ ആൾറനെ. ഓക്കെ.